वैसे हमें जाते हैं, ഓരോ സ്റ്റേറ്റിലും लेकिन വ്യത്യസ്തമായ हमारा രീതിയാണ് നടക്കുന്നത്. യെസ്. लेकिन वचन में क्या है उसको हमें सीखने के लिए हमें कोशिश करेंगे। എന്നാൽ അത് വചനത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ചിന്തിക്കാം. ये सृष्टि जब हुआ उनसे पहले एदन का वाटिका में परमेश्वर ने ये विधि को स्थापन किया था। സൃഷ്ടികൾക്ക് മുൻപ് തന്നെ ഏതൻ തോട്ടത്തിൽ ദൈവം ഇത് മുന്നമേ ഇത് ഒരുക്കി വെച്ചതായിരുന്നു. अगर हम लोग पढ़ेंगे उत्पत्ति का उनका 21 से लेकर 24 तक यहाँ पर पढ़ना नहीं, लेकिन हम समझने के लिए कोशिश करेंगे। ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. जब परमेश्वर ने आदम का एक हाड़ी लिया था वहां पर एक स्त्री बोल के हमें वहां पर देखते हैं। ദൈവം ആദമിന്റെ വാരിയിൽ നിന്നും എടുത്ത് അതിനെ ഒരു സ്ത്രീ ആക്കി തീർക്കാനിടയായി. जो हाड़ी लिया वहां पर एक स्त्री को बनाया और वो परमेश्वर ने आदम का पास लेके आया बोल के हमें वहां पर पढ़ते हैं। ആദമിന്റെ ഒരു വാരിയലിനെ എടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി ആദമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്ന് നമ്മൾ വായിക്കുന്നു. यहाँ पर हमें दो चीज हमें सीखने के लिए कोशिश करेंगे। ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ശ്രമിക്കാം. अगर हमारा कलीसिया और हमारा देश और हमारा गांव में अगर हमें नजर करेंगे तो നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ നമ്മളൊന്ന് നോക്കാമെങ്കിൽ, इवन अगर हमें वचन को भी हमें बाइबल में भी हमें पढ़ते हैं तो ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ एक एक पुरुष का 2-3 ऐसे पत्नी हो जाता है। ആദ്യ സമയങ്ങളിൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. लेकिन यहाँ पर परमेश्वर ने उनका विधि से हमको बताया है। എന്നാൽ ഇവിടെ ദൈവത്തിന്റെ നിയമപ്രകാരം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് एक हाड़ियों से एक स्त्री बनाया गया है बोल के वहां पर लिखा है। जहां आप 22 वचन में देखेंगे तो आपको मालूम हो जाएगा। 22-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ, 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യഹോവയായ ദൈവം മനുഷ്യനെന്ന് എടുത്ത ഒരു വാരിയലിനെ ഒരു സ്ത്രീ ആക്കി തീർത്തു. वहां हिंदी में एक स्त्री बोल के नहीं लिखा, परंतु ओडिया और इंग्लिश बाइबल में ऐसा लिखा है एक स्त्री बनाई है बोल। ഹിന്ദിയിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒറിയ ഭാഷയിലും മറ്റു ഭാഷകളിലും ഒരു സ്ത്രീ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. यहाँ पर हमें सीखना है और देखना है तो हर मसीह लोगों को एक एक स्त्री होना चाहिए। നമ്മൾ വചനപ്രകാരം നോക്കുമ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീയാണ് ആവശ്യമായിരിക്കുന്നത്. पास्टर जी मेरा वॉइस कट जाता है क्या? बीच बीच में थोड़ा से ओके बोलिए. हाँ ओके। और वहां पर हमें देखते हैं ये दुनिया में हमें क्या बोलते हैं, हमें बारात जाते हैं। बारात मतलब समझने के लिए कोशिश करना है। हमें पुरुष लोग बारात जाते हैं वहां पर। ഇവിടെ കാണുന്ന നമ്മുടെ ലോകപരമായി നോക്കുമ്പോൾ പുരുഷൻ ഒരു വലിയ ജാതിയായിട്ടാണ്, വലിയൊരു സ്ഥാനത്തിലാണ് കാണുന്നത്. लेकिन यहाँ पर हमें देखते हैं परमेश्वर ना वो स्त्री को आदम का पास लेके आया बोल के हमें यहाँ पर पढ़ते हैं। ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം ആ സ്ത്രീയെ ആദമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. और ये वचन का ओर से शादी होने का ये अब्राहम को मालूम था। വചനപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഈ വിവാഹം അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. वचन का परमेश्वर जैसे सिखाता है आदम का वाटिका में, वैसे
अब्राहम उनका जीवन में लागूकरण किया है। ഏതേൽ തോട്ടത്തിൽ നടന്ന ഈ സംഭവം അബ്രഹാം തന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കാനിടയായി. अगर हम देखते हैं उत्पत्ति का उसका 24 में ऐसा पढ़ते हैं, ഉൽപ്പത്തി 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, अब्राहम उनका दास को बोला है, मेरा जंग पर अपना हाथ रख के शपथ खाना है। അബ്രഹാം തന്റെ ദാസനോട് പറയുന്നു, നീ എന്റെ തുടയിൽ കീഴിൽ കൈവച്ച് സത്യം ചെയ്യുക. और वहां पर हमें देखते हैं जब वो अब्राहम का बेटा इसहाक के लिए वो पत्नी चाहिए था, ये पत्नी को भी वो इसहाक का अर्थात अब्राहम का घर पर ले आया और वहां पर शादी होने के लिए यहाँ पर पढ़ते हैं। ആ, അബ്രഹാമിന്റെ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി വിവാഹകാര്യം ചെയ്യുമ്പോൾ തനിക്ക് വേണ്ടി ഒരു സ്ത്രീയെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. हमें एक वचन पढ़ेंगे उसका 24 का उसका 67 में तो मालूम हो जाएगा हमको। उत्पत्ति का 24 उनका ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 67-ാം വാക്യം. वहां पर ऐसे है, मैं हिंदी में पढ़ने के लिए कोशिश करूंगा। तब इसहाक रिबका को अपनी माता सारा का तंबू में ले आया और उसको शादी करके उसके प्रेम किया और उस प्रकार इसहाक को माता की मृत्यु के पश्चात शांति प्राप्त हुआ बोल के हमें देखते हैं। ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി, അവൻ റിബേക്കയെ പരിഹരിച്ചു, അവൾ അവന്റെ ഭാര്യയായി തീർന്നു, അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസ്ഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. हमें क्या करता है, अगर मेरा बेटा है तो वो पत्नी का वो जो लड़की का घर में शादी होने के लिए जाते हैं, എന്റെ മകനാണെങ്കിൽ വിവാഹത്തിനായി വിവാഹം കഴിക്കാൻ പോകുന്ന ആ സഹോദര ഭവനത്തിലേക്കാണ് കടന്നു പോകുന്നത്. लेकिन वचन हमको सिखाते हैं 2 बार एक परमेश्वर ने आदम का पास लेके आया उनको शादी कराने के लिए, और अब्राहम ने उनका दास उनका बेटा के लिए वो लड़की को लेके आया उसका तंबू पर शादी कराने के लिए। എന്നാൽ ബൈബിളിൽ നമ്മൾ 2 പ്രാവശ്യം കാണുന്നത് ആദമിന്റെ അടുക്കിലേക്ക് ദൈവം ഹവ്വയെ, അതായത് ആദമിന്റെ ഭാര്യയായ സ്ത്രീയെ കൊണ്ടുവന്നു. അതുപോലെ അബ്രഹാം തന്റെ മകന് വേണ്ടി വിവാഹം കഴിക്കുമ്പോൾ ആ സ്ത്രീയെ അല്ലെങ്കിൽ റിബേക്കയെ ഇസ്ഹാക്കിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടാണ് കാണുന്നത്. लेकिन हमें क्या करते हैं, हमें जाते हैं लड़की का पास शादी होके, वहां पर शादी खत्म करके हम लोग वो लड़की के लेके आता है वहां पर। എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വിവാഹം നടക്കുമ്പോൾ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കനെ കൊണ്ടുപോയി അവിടെ നിന്ന് വിവാഹം കഴിച്ചാ കൊണ്ടുവരുന്നു. और तीसरा हमें सीखने के लिए कोशिश करेंगे यहाँ पर, तो अब्राहम ने उसका दास को जो शपथ खाया है वो बोला, सिर्फ हमरे बीच में हमरा क्या बोलते हैं, हमरा समाज का वो लड़के को तो लेके आना है बोल को उसको शपथ खाया है। മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അബ്രഹാം തന്റെ ദാസനോട് തന്റെ മകന്റെ ഭാര്യയെ എടുക്കാൻ പറയുമ്പോൾ പറയുന്നത് തന്റെ ദേശത്തിലും തന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് ഇസ്ഹാക്കിന് വേണ്ടി ഒരു മകള് ഒരു ഭാര്യയെ തെരഞ്ഞെടുക്കാനാ പറയുന്നത്. उनका उत्पत्ति का 24 का 3 में हमें ऐसे पढ़ते हैं, ഉൽപ്പത്തി 24-ന്റെ 3-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, और मुझसे आकाश और पृथ्वी के परमेश्वर यहोवा इस विषय में शपथ खा कि तू मेरे पुत्रों के लिए किनानियों की उड़ियों में से जिसके बीच मैं रहता हूं
किसी को ना लाएगा बोल के हमें यहाँ पर देखते हैं। ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ദാസനെ കൊണ്ട് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യിച്ച് പറയുന്നത്, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്നും നീ എന്റെ മകനെ ഭാര്യ എടുക്കാതെ എന്റെ ദേശത്ത് പോയി എന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും ഒരു ഭാര്യ എടുക്കണമെന്ന് അബ്രഹാം സത്യം ചെയ്ത് പറയുന്നു. यहाँ पर अब्राहम ने अपना दास को शपथ खाता, ऐसे तू किसी का रीति से भी मेरे गोत्र से बाहर और किसी लड़की को मेरा बेटा के लिए शादी के लिए नहीं लाना बोलता है। അബ്രഹാം ദാസനോട് പറയുന്നത്, നീ എന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നല്ലാതെ മറ്റു യാതൊരു വിധമാകുന്ന അവസ്ഥയിൽ നിന്നും ഒരു ഭാര്യയെ എന്റെ മകന് വേണ്ടി എടുക്കരുതെന്ന് അബ്രഹാം കൽപ്പിക്കുന്നു. हमें देखते हैं अब्राहम अपना देश को छोड़कर जब एक दूसरी देश पर गया, वहां पर उसका बेटा बड़ा हो गया, शादी होने का आयुष उनका हो गया था। നമുക്കറിയാം, അബ്രഹാം തന്റെ സ്വന്തം ദേശം വിട്ട് വേറൊരു ദേശത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ആയിരിക്കുമ്പോൾ തന്റെ മകൻ അവിടെ ജനിച്ച് വളരുവാൻ ഇടയായി തീർന്നു. वहां पर उनको उसका दास को प्रॉमिस करता है, तो मेरा जंग पर अपना हाथ रखो और प्रॉमिस खाओ, शपथ खाओ, क्योंकि हमारा सोच में मौसी लोगों का बीच में मौसी लोगों का शादी होना बहुत जरूरी है। ഇവിടെ അബ്രഹാം തന്റെ തുടയുടെ കീഴിൽ ദാസന്റെ കൈ വെച്ച് സത്യം ചെയ്ത് പറയുന്നത് തന്റെ ചാർച്ചക്കാരുടെ മധ്യയിൽ തന്നെ ഒരു ഭാര്യ എടുക്കണമെന്ന്. എന്നാൽ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ദൈവമക്കളെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. अगर मैं मसीह लोग है, मसीह का लड़का है और अन मसीह का लड़की को अगर शादी करेगा तो ये वचन वहां पर काटता है, उसको अलाउ नहीं करता है। ഒരു ക്രിസ്തീയ പൈതൽ, ഒരു ക്രിസ്തീയ യുവാവ് ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തിയെ വിവാഹം കഴിക്കുമ്പോൾ ഇവിടെ വചനത്തിന് വിരുദ്ധമായതുകൊണ്ട് വചനം നമുക്കത് ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. परमेश्वर हमको सिखाते हैं मसीह का लोग मसीह में रहो बोलते, तो अगर हमें मसीह का लोग अगर दूसरी पर हमें जाएंगे, शादी करेंगे, तो परमेश्वर का वचन और परमेश्वर का विरुद्ध में हमें जाते हैं। ഒരു ദൈവ പൈതൽ ദൈവസാന്നിധി വിട്ട് മറ്റു ജാതികളിൽ ചെന്ന് വിവാഹം കഴിക്കുമ്പോൾ ദൈവവചനം നമുക്ക് അനുവദിക്കുന്നില്ല. അത് ദൈവവചനത്തിന് വിരോധമാണ്. हमें यहाँ देखते हैं 6 वचन में हमें ऐसा पढ़ता है, अब्राहम ने इसहाक को कहा, चौक से जागृत रहो, मेरे पुत्रों को वहां कभी भी ना ले जाना है। അബ്രഹാം ദാസനോട് പറയുകയാണ്, ആമേൻ. അബ്രഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. उसका बीच में काफी बातें हुआ है अब्राहम और उनका दास। उससे वो बोला, अगर वो लड़की नहीं आएगा तो मैं कैसा करूंगा, मैं क्या लेके जाऊंगा। तो परमेश्वर का लोगो ये अब्राहम ने उनको शपथ खाया, अगर वो नहीं भी आए लेकिन मेरा बेटा को वहां पर नहीं लेना है। ഇവിടെ ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അബ്രഹാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദാസൻ ചോദിക്കുന്നു, ഇനി ആ സ്ത്രീ ഇങ്ങോട്ട് വരുവാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മകനെ അങ്ങോട്ട് കൊണ്ടുപോകണം. ആ സമയത്ത് അബ്രഹാം പറയുന്നത്, അവൾ ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ തന്നെയും എന്റെ മകനെ നീ അങ്ങോട്ട് മടക്കി കൊണ്ടുപോകരുത്. ये शपथ खाया और अपने ऑटो को लेके गया। हमें पढ़ेंगे अगर 11 और 12 वचन में ऐसा है। അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ वहां पर अब्राहम का दास जब गया शपथ खा के, वहां पर जाके अपने घुटने में आके वहां पर प्रार्थना करने लगता है। वहां पर ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിന്റെ ശിഷ്യൻ അബ്രഹാമിനെ വിട്ട് സത്യം ചെയ്തിട്ട് കടന്നു പോകുമ്പോൾ ആ ദാസൻ അവിടെ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
और वो बोलता है ऐसे में जहां जिसका ऊपर में मैं जब शपथ खाया है उन प्रार्थना को तो सुन बोल के परमेश्वर का ओर से उनको वो प्रार्थना करने लगा। അബ്രഹാമിന്റെ ദാസൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ എന്റെ യജമാനായ അബ്രഹാമിനോട് സത്യം ചെയ്ത കാര്യങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തരണമേ, അതിന് കൃപയുണ്ടാകണമെന്ന് ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുന്നു. और उनका प्रार्थना का तुरंत उनको जवाब मिलता है। 16 वचन में लिखा है, തന്റെ പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ മറുപടി ലഭിക്കുന്നത് കാണുവാൻ കഴിയും അതിന്റെ 16-ാം വാക്യത്തിൽ. वहां पर हिंदी में ऐसा लिखा है, अति सुंदर और कुंवारी वो लड़की थी। 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ബാല അതിസുന്ദരിയായിരുന്നു. आज मैं ये आप लोग को प्रोत्साहित करने के लिए चाहता हूं, अगर आपका बेटा है, अगर घुटने में आए तो परमेश्वर एक मसीह का लड़की को आपको दिखाएगा जो कि अति सुंदर और कुंवारी होती है। നിങ്ങളുടെ മകൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിസുന്ദരിയും പുരുഷൻ തൊടാത്തതുമായ ഒരു കന്യകയെ ദൈവം ഒരുക്കി തരും. मैं ये बोलने के लिए मैं चाहता हूं, अभी हमारा लड़का लोगों के लिए हमें ढूंढते हैं, कहाँ नौकरी वाली मिलेगा क्या, कहाँ ऐसा धनी लोग मिलेगा क्या, ऐसे हमें ढूंढ लेते हैं। നമ്മൾ നമ്മുടെ ആൺമക്കൾക്ക് വേണ്ടി ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. നല്ല സമ്പത്തുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ഉയർന്ന നിലയിലുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ ലഭിക്കുമോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. कभी कभी हमारा लड़का के लिए ढूंढ लेते हैं, हमें क्या गोरा चमड़ा मिलेगा क्या, सुंदर दिखाएगा क्या, ऐसा ऐसा हमें ढूंढ लेते हैं। ചില സമയങ്ങളിൽ നമ്മൾ വെളുത്ത സുന്ദരിയായ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനൊത്തവണ്ണമുള്ള പെൺകുട്ടികളെ നമ്മൾ തേടാറുണ്ട്. जो मसीह परिवार में जो लड़की है उनको अगर हमें शादी करेंगे, जो हमारा लड़की अगर है, लड़का को शादी करना है तो हमारा मसीह परिवार में शादी करेगा तो ये ऑटोमेटिक हमारा परमेश्वर का ओर से सुंदर और सुंदरा हो सकता है। ക്രിസ്തീയ കുടുംബത്തിൽ നിന്നും തന്നെ ക്രിസ്ത്യാനികൾ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും സുന്ദരിയായ ദൈവം തെരഞ്ഞെടുത്തത് നമുക്ക് നൽകി തരുവാൻ ഇടയായിത്തീരും. हमें पढ़ते हैं हितोपदेश में, उसका मतलब प्रभुस उनका 31 में हमें ऐसे पढ़ते हैं, सुंदर और गंधा चीज है, लेकिन जो परमेश्वर का भय मानते हैं ये सुंदर बोला जाता है। प्रभुस 31 में बोला वचन क्लियर नहीं है। हितोपदेश का एक मिनट, वचन क्लियर नहीं है। प्रभस 31 उनका 30 हमें देखेंगे, 30 30 സദൃശവാക്യം 31-ാം അധ്യായത്തിലെ 30-ാം. थोड़ा पढ़ दीजिए पास्टर जी। അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ, അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. जो लड़का और लड़की ये दुनिया का सुंदर खोजते हैं, ये परमेश्वर का कुछ खुश नहीं कर पाते हैं। യുവാവായാലും യുവതിയായാലും ഈ ലോകത്തിന്റെ ലാവണ്യമോ ലോകത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് തേടിപ്പോയാൽ അവർ സന്തോഷമുള്ളവരായി തീരത്തില്ല. परंतु जो स्त्री और जो पुरुष परमेश्वर को भय मानते हैं उसका ऊपर में परमेश्वर संतुष्ट हो जाता है। സ്ത്രീയായാലും പുരുഷനായാലും ദൈവ വചനപ്രകാരമായിരിക്കുമ്പോൾ, ദൈവ ഇഷ്ടപ്രകാരം പോകുമ്പോൾ ദൈവം സന്തോഷിക്കും. इसलिए मैं आपको प्रोत्साहित देने के लिए चाहता है, अगर मेरा लड़का है, मेरा लड़की है,
तो परमेश्वर का भय मानने के लिए हमें इसे ढूंढना बहुत जरूरी है। എന്റെ നമ്മുടെ നമ്മുടെ മക്കൾ ആണായാലും പെണ്ണായാലും നമ്മൾ നമ്മുടെ മക്കൾ ദൈവഭയമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. अब कभी सुना होगा, मेरा परिवार का बारे में मैं बोल रहा हूँ, मेरा शादी का ये है, मैं जब शादी हुआ है मेरा तनख्वाह मेरा 80 रुपया था। ആ, എന്റെ കുടുംബത്തെ കുറിച്ച് പറയാമെങ്കിൽ എന്റെ വിവാഹം നടക്കുമ്പോൾ എന്റെ ശമ്പളം 80 രൂപയായിരുന്നു. और मेरा पत्नी उस टाइम में ये गवर्नमेंट का नौकरी कर रही थी। പക്ഷേ ഭാര്യ ആ സമയത്ത് ഗവൺമെന്റ് ജോലി ചെയ്യുമായിരുന്നു. उस टाइम में उनका 2500 रुपया था उसका। 2500 രൂപയായിരുന്നു ആ സമയത്ത് ശമ്പളം കിട്ടുന്നത്. जब मैं शादी होने के लिए पर्पस लिया है, मेरा पापा माँ लोग, ദേവദാസൻ വിവാഹത്തിന് വേണ്ടിയുള്ള ആലോചന നടത്തുമ്പോൾ മാതാവും പിതാവും मैं उनको ऐसे बोला, अगर मुझे पास्टर को शादी करेगा तो आपको सरकारी नौकरी को छोड़ना पड़ेगा। വിവാഹക്കാര്യം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ പറയുവാനിടയായി, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ജോലി ഉപേക്ഷിക്കേണ്ടി വരും. मैं जानता था मेरा पत्नी, अगर मैं शादी करूंगा, मेरा पत्नी तो मेरा साथ रहेगा, क्योंकि वचन में भी लिखा है, तो ये तेरा हाडियों का हाडी है और ये तेरे संग में रहेगा और तेरा भल और मन में साथ देगा बोल के। ഞാന് വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ വചനത്തിൽ പറയുന്നത് പ്രകാരം എന്റെ അസ്ഥിക്ക് അസ്ഥിയും എന്റെ മാംസത്തിന് മാംസവുമായി എന്നോട് കൂടെ ഇരിക്കുകയും എന്നോട് കൂടെ എപ്പോഴും ഇരിക്കുകയും ചെയ്യുമെന്ന് ദൈവവചനം പറയുമ്പോൾ, मेरे शादी का पहले उनका नौकरी को वो रिजाइन कर दिया और मुझे शादी हुआ और अभी तक मेरा पीछे वहां सेवा में लगता है। വിവാഹത്തിന് മുമ്പ് തന്നെ തന്റെ ജോലി രാജിവെക്കുകയും താൻ വിവാഹത്തിന് സമ്മതമായി തീരുകയും ഇന്ന് വരെയും എന്റെ കൂടെ സുവിശേഷ വേലയിലായിരിക്കുന്നു. उस टाइम में 80 रुपया मेरा तनख्वाह था, सैलरी था, और मेरा पत्नी का 2500 रुपया था। ये दोनों हाथ को अगर हमें ऐसे करेगा तो कहाँ आकाश और पाताल ऐसा हो सकता था। എന്റെ ശമ്പളം 80 രൂപയും ആ ഭാര്യയുടെ ശമ്പളം 2500 രൂപയും ആയിരുന്നു. എന്നാൽ ആ സമയത്ത് ആ രീതിയിൽ ചിന്തിക്കാമെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അകലം ഏറ്റവും വലുതായിരുന്നു. मेरे कहने का मतलब, परमेश्वर का भय मानना एक लड़का और एक लड़की को आप लोग चुनना बहुत जरूरी है। ഞാൻ പറയുന്നതിന്റെ അർത്ഥം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുമ്പോൾ ദൈവ ഭയമുള്ള ഒരു പൈതലിനെ ആലോചിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. हमें यहाँ पर देखते हैं, अब्राहम का बेटा के लिए, जो इसहाक के लिए जो लड़की लाने के लिए वो गया, उसका कैसा है हमें यहाँ 16 वचन में पढ़ने से हमको मालूम हो जाता है। उत्पत्ति का उसका 24 का 16 में, ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അബ്രഹാം തന്റെ മകന് വേണ്ടി ഒരുക്കുന്ന ആ സ്ത്രീയുടെ കാര്യങ്ങൾ. वो अति सुंदर और कुमारी थी और किसी पुरुष का मुंह ना देखा था। वो कोई में सोते के पास उतर गई और अपना घोड़े मिट्टी का बना पानी रखने का वचन और के फिर ऊपर आई। ഇവിടെ നമ്മൾ വായിക്കുന്നത്, ബാലാതി സുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ചു കയറി വന്നു. ये कैसा हुआ मालूम है क्या? हमें देखते हैं 11-12 में हम जब देखा, वहां पर वो घुटना जाके वो प्रेयर किया। मैं ये कहना का चाहता हूँ, अगर मेरा लड़का है, मेरा लड़की है, ये घुटने आके हमें प्रार्थना करेगा तो परमेश्वर एक सुंदर हमको ये जवाब देने के लिए हमको तैयार हो जाएगा। ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 11-12 നമ്മൾ വായിച്ചു, ആ ദാസൻ അവിടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ മക്കൾ ആണായാലും പെണ്ണായാലും അവർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുക്കമായിരിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുക്കി തരും. मैं एक प्रोत्साहित आप लोग को देने के लिए मैं चाहता हूं, मेरे प्रिय मित्रों लोगों ने
ये साधी जब हिब्रानियों का 13 का उसका 4 में भी लिखा है, ദൈവവചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ പറയുന്നു. इब्रानी 13 का 4 में हमें ऐसे पढ़ते हैं, എബ്രായർ 13 അധ്യായം അതിന്റെ 4 വാക്യം ഇങ്ങനെ വായിക്കുന്നു. विवाह सब में आदर की बात समझ जाए और विवाह बस्तर निष्कलंक रहे, क्योंकि परमेश्वर व्यभिचारियों और परायों परगामी संभक्त बनाने वाले को न्याय करता है, करेगा। ഇങ്ങനെ വായിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനിറപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. हमें यहाँ पर देखते हैं सबसे जो आदर बोलते हैं वहां सबसे पहले माँ और बाप का आदर होना चाहिए। ഇവിടെ ആമേൻ ആദരവ് ലഭിക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം മാതാവിനും പിതാവിനും ആദരവ് ലഭിക്കണം. माँ बाप का प्रार्थना से परमेश्वर उनका एग्री होना चाहिए। അമ്മയപ്പന്മാരുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അത് അതിൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. परमेश्वर जब एग्री हो जाएगा हमको एक सुंदर लड़का सुंदर लड़की मिल जाएगा। ദൈവം ആമേൻ അത് അംഗീകരിക്കുമ്പോൾ സൗന്ദര്യമുള്ള ആണായാലും പെണ്ണായാലും ദൈവം ഒരുക്കി തരും. कभी कभी ऐसा हो जाता है हमारा ചില लड़का സമയങ്ങൾ लोग बोलिए हमारा लड़का लोग ये दुनियादारी का सुंदर देख के उसका पीछे दौड़ जाता है। പലപ്പോഴും നമ്മുടെ മക്കൾ ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് അതിന്റെ പിന്നാലെ പോകാറുണ്ട്. एग्जाम्पल हमारा राजा दाऊद का बारे में हमें सीखना बहुत जरूरी है। നമ്മൾ ദാവീദ് രാജാവിനെ കുറിച്ച് പഠിക്കാനിരിക്കുന്നു. वो बेतशेबा को देख के वहां प्रेम का बारे में वो खुश किया, उनका लड़का भी हो गया, लेकिन उनको लड़का को परमेश्वर नहीं चाहा। वहां पर हमें देखते हैं दूसरा राजा बलि में നമ്മൾ വായിക്കുന്നത് ദാവീദ് ബത്ശേബയുടെ സൗന്ദര്യം കണ്ട് അവൾ പിന്നാലെ പോവുകയും അവൾക്കൊരു മകനെ നൽകുകയും ചെയ്തു. എന്നാൽ ദൈവം അതിൽ പ്രസാദിച്ചില്ല. दूसरा राजा बलि में हमें पढ़ते हैं ऐसे, और राजा दाऊद ने क्या करते हैं, वो लड़का को जो बीमारी हो गया, നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, ആ ദാവീദിനെ ബത്ശേബയിലുണ്ടായ മകന് രോഗിയായി തീർന്നു. उस टाइम में 7 दिन तक वो खाया नहीं पिया नहीं और अपना मुंह नीचे करके अपना नीचे क्या फ्लोर में उनको पड़ा रहता था। അവൻ 7 ദിവസം ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യാതെ അവൻ അവിടെ ആ തറയിൽ കിടക്കുവാനിടയായിരിക്കുകയാണ്. और वो सोचता था मैं अगर ऐसा करूंगा तो परमेश्वर मेरा ये लड़का को जिंदा रखेगा बोल के वो ऐसा प्रार्थना भी कर रहा था। ചിന്തിച്ചത്, ഞാൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ മകനെ തിരികെ നൽകും എന്ന് അവൻ വിചാരിച്ചു. लेकिन उनका आंसर क्या मिला उनको, 7 दिन जब पूरी हो गया वो लड़का वहां पर मरने के लिए हमें वचन में हमें देखते हैं। വചനത്തിൽ കാണുന്നത് 7 ദിവസം അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പക്ഷെ 7ാം ദിവസം ആ മകൻ മരിച്ചുപോയി. हमको खबरदार होना चाहिए, अगर दुनियादारी का सुंदर का पीछे दौड़ेंगे तो हमारा जीवन में क्या होगा ये समझने के लिए बहुत जरूरी है। ഏറ്റവും സൂക്ഷിക്കണം, ഈ ലോകപരമായി നമ്മൾ പോകുന്നുവെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നു. हमें देखते हैं परमेश्वर का ओर से हमें जब जाएंगे तो परमेश्वर वहां पर हमारे लिए कुछ आश्चर्य कार्य भी करेंगे। ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ദൈവഹിതപ്രകാരം പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ഒരുക്കി തരും. जैसे हमें देखते हैं यूहन्ना 2 में जैसे हमें यूहन्ना का किताब उसका 2 में हमें देखते हैं वहां पर
वो जो शादी का घर में यीशु भी गए था। യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആ വിവാഹ വീട്ടിൽ യേശു ക്രിസ്തുവും കടന്നു ചെല്ലുവാനിടയായി. वहां शादी पर, वो काना का शादी में किसका नाम वहां पर लिखा नहीं है। അവിടെ അവന്റെ വിവാഹം നടക്കുന്നതൊന്നും അവിടെ പേരെഴുതിയിട്ടില്ല. हमें जब देखता है उत्पत्ति का 24 में आइसक का शादी का बारे में वहां लिखा है। 24-ാം അധ്യായം നോക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ വിവാഹത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. उनका पापा का नाम अब्राहम बोल के भी लिखा है। അവന്റെ അപ്പന്റെ പേര് അബ്രഹാം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. लेकिन ये काना में जो शादी हुआ वहां पर किसी का नाम लिखा नहीं गया है। എന്നാൽ കാനാവിലെ അവിടെ വിവാഹം നടക്കുമ്പോൾ അവിടെ ആരുടെ വിവാഹമാണെന്നോ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. उसका अंत क्या है आपको मालूम है क्या? അതിന്റെ അർത്ഥം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? हमको सीखना जरूरी है। वहां पर मेरा नाम भी लिखा गया है। ആമേൻ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ പേരെഴുതിയിരിക്കുക. जिसका लड़का लड़की है वहां पर आपका नाम लिखा हो रहा है। പെണ്ണിന്റെയും ചെറുക്കന്റെയും വിവാഹമാണെങ്കിൽ അവരുടെ പേരുകൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. उसका अंतिम उद्देश्य ये है, यीशु का साथ बात करके यीशु को आपका घराने का शादी में स्वागत करेगा तो परमेश्वर का पुत्र यीशु मसीह ने वहां पर पहले आश्चर्य कार्य वहां पर करता है। യേശുവിനെ ആ വിവാഹ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ യേശു ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. परमेश्वर का पुत्र यीशु ने इतना आश्चर्य कार्य किया, लेकिन शादी का बारे में बताया वहां पर मैं पहले ये आश्चर्य कार्य किया है। യേശു ക്രിസ്തുവിനെ വിവാഹ വീട്ടിലേക്ക് ക്ഷണിക്കാനിടയായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആദ്യ അത്ഭുതം ആ വിവാഹ വീട്ടിൽ കർത്താവ് ചെയ്യാനിടയായി തീർന്നു. 11 वचन में हम ऐसे पढ़ते हैं, वहां पर यीशु ने गलील की काना में अपना यह पहले चिन्ह दिखाकर अपनी महिमा प्रकट की और उसके चेलों ने उस पर विश्वास किया। 11-ാം വാക്യം നമ്മൾ വായിക്കുന്നു, യേശു ഇങ്ങനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. अगर मसीह लोगों का बीच में आप अगर मसीह के साथ अगर शादी करने के लिए कोशिश करेंगे, सीखेंगे, तो हमारा यीशु मसीह हमारा शादी का घर में जाएगा। ആമേൻ. യേശുവിനെ ക്ഷണിക്കുമ്പോൾ ഇവിടെ യേശു ആ വിവാഹ വീട്ടിൽ കടന്നു വന്ന്, और जब यीशु मसीह वहां पर जाएगा, जो कमी घटी होता है, जो कम पड़ जाता है, वहां पर परमेश्वर का पुत्र यीशु ने वो पहले आश्चर्यकारी आपका परिवार में करेगा। ആമേൻ. യേശുവിനെ ആ വിവാഹ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ യേശു ആ ഭവനത്തിൽ കടന്നു വരികയും അവിടെ തന്റെ അത്ഭുതങ്ങളുടെ ആരംഭമായി അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. 11 का अंतिम में ऐसा लिखा है, 11-ന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, चेलों ने उस पर विश्वास किया बोल के लिखा है। അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ये चेलो क्या कौन है बोलने से मैं और आप है। ആമേൻ. ഈ ശിഷ്യന്മാർ ആരെന്ന് ചോദിക്കുമ്പോൾ നാമും നമ്മളും ഞാനും നിങ്ങളുമാണ്. बोलेगा नहीं नहीं मैं चलो नहीं, मैं पास्टर नहीं हूँ, मैं ऐसा नहीं हूँ, आप बोल सकता है। आप बोल सकता है मैं चले नहीं हूँ, मैं सिर्फ विश्वासी हूँ, मैं पासवान नहीं हूँ, परंतु मैं सिर्फ विश्वासी हूँ, आप ऐसे बोल सकता है। നമ്മൾ വിശ്വാസിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ ശിഷ്യരല്ല, പാസ്റ്ററാണ്, അല്ലെങ്കിൽ വിശ്വാസിയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. लेकिन प्रमाण मिलते हैं हमारा माचो का उसका 28 का उसका 19 में हमको प्रमाण मिलता है, जो विश्वास करके बपतिस्मा ले जाता है ये परमेश्वर का चेलो होता है। എന്നാൽ അത് ആധാരം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ
ആ, ഈ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സ്നാനം എടുക്കുന്നവരെല്ലാം ശിഷ്യന്മാരായി തീരുമെന്നാ പറഞ്ഞിരിക്കുന്നു. विश्वास करता हूँ ऐसा हमें विश्वास करके हमें बपतिस्मा ले चुका है। जितनों ने बपतिस्मा ले चुका है ये सब परमेश्वर का चेला हो सकता है। ആമേൻ. ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവര് ദൈവത്തിന്റെ കർത്താവിന്റെ ശിഷ്യന്മാരായി തീരും. और ये शादी का चौथा उसका विधि है, വിവാഹത്തിന്റെ 4-ാമത്തെ പ്രമാണം, शादी का पहले एक एंगेजमेंट होना जरूरी है। വിവാഹത്തിന് മുമ്പ് ഒരു വിവാഹ നിശ്ചയം നടക്കേണ്ടത് ആവശ്യമാണ്. उसको मंगन बोलते हैं, मंगनी बोलते हैं। അത് വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ്. हमें देखते हैं मैथ्यू का 1:18 में और लूका 1:27 में जब यीशु का माता का उसका मांगनी हुआ था जोसेफ का साथ। നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുവിന്റെ മാതാവ് മറിയയും ജോസഫുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. शादी का पहले कभी कभी लोग ऐसे कर देते हैं, शादी एक दिन में पूरा खत्म कर देते हैं, लेकिन यहाँ पर हमको सीखना जरूरी है शादी का पहले वो मांगनी बहुत जरूरी भी है। ചിലർ വിവാഹത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങ് തീർത്ത് വയ്ക്കുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ വിവാഹം നടക്കുമ്പോൾ അതിന് ഒരു വിവാഹ നിശ്ചയത്തിന്റെ ആവശ്യമുണ്ട്. और मुझे जो लाइसेंस मिला है ऐसा उनका विधि है। അതിന്റെ നിയമങ്ങൾ ഇങ്ങനെയാണ്. 21 दिन ये मांगनी का बाद 21 दिन उसका 3 संडे ये कालिसिया में उसको नोटिस भेज जाता है, नोटिस दिया जाता है। വിവാഹം നടക്കുന്നതിന് മുമ്പ് 20 ദിവസത്തിന് മുമ്പ്, അതായത് അവിടെ സഭയിൽ കൊണ്ടുവന്ന നോട്ടീസ് വായിക്കുന്ന ഒരു പതിവുണ്ട്. उसका मतलब हिब्रू में जो हमें पढ़ते हैं, कोई अगर किसी का और से कंप्लेन है और कुछ है उसको परख करने के लिए 21 दिन गैप रखा जाता है। ഈ 21 ദിവസത്തെ ഗ്യാപ്പ് വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ വേണ്ടി. हमें यहाँ ऐसा हमें पढ़ते हैं इब्रूनी का 13 का उसका 4 का आखिरी में हमें ऐसे पढ़ते हैं, क्योंकि परमेश्वर व्यभिचारियों और पर्याय संबंध बनाने वाले का न्याय करेगा। इब्रानी का 13 का 4 में और उसका आखिरी में ऐसा लिखा है। ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 2-ാം ഭാഗത്ത് വായിക്കുന്നു, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം ഭരിക്കും. और वहां पर हम ऐसे पढ़ते हैं, जो लड़का और लड़की वो जो बिस्तर में सोते हैं ये पवित्र और ना पवित्र उसको भी कलीसिया लोगों ने अपना पिता माता लोग उनको परख करना बहुत जरूरी है। വിവാഹം നടക്കുമ്പോൾ വിവാഹത്തെ കുറിച്ച് വ്യക്തമായിട്ട് ആമേൻ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. मेरा टाइम भी वहां पर जा रहा है, अभी खत्म होने वाला है। मैं 3-4 चीजों हम बता के मैं खत्म करने के लिए कोशिश करेंगे। സമയം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഇനി 2-3 കാര്യം കൂടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. आत्मिक ईसाई का विवाह यहाँ पर 6 चीज का बहुत जरूरी है। ക്രിസ്തീയ വിവാഹത്തിന് 6 കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. पहले है ये आत्मिक विवाह, मसीह लोगों का विवाह अपना समाज का स्त्री और पुरुष होना चाहिए, बहुत जरूरी है। ഒന്ന്, ക്രിസ്തീയ വിവാഹം സ്വന്തം സമാജ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം ചർച്ചക്കാരിൽ നിന്നും ആകേണ്ടത് ആവശ്യമായിരിക്കുന്നു. अगर मैं मसीह का हूँ, मेरा लड़का लड़की भी मसीह का, लड़की को मसीह का, लड़का को शादी होना बहुत जरूरी है। ക്രിസ്തീയ വിവാഹം നടക്കുമ്പോൾ അത് ആണും പെണ്ണും ക്രിസ്തീയ സമൂഹത്തിൽ നിന്നായിരിക്കണം.
और दूसरा हमें देखते हैं ये शादी ये पवित्र होना है। വിവാഹം വിശുദ്ധമായിരിക്കണം. उसका मतलब जैसे हमें हिब्रूनी का में पढ़ा है सबसे आदर बोल के, ऐसा पवित्र होके आदर होना जरूरी है। ഇസ്രായേലിൽ വായിച്ചതുപോലെ അത് മാന്യവും ആമേൻ നിർമ്മലവുമായിരിക്കണമെന്ന് വായിച്ചതുപോലെ അത് വിശുദ്ധമായിരിക്കണം. तीसरा ये है वो लड़की कुंवारी और लड़का कुंवारा होना बहुत जरूरी है। ആ, മൂന്നാമത് പെൺകുട്ടി പെൺകുട്ടി കന്യകയായിരിക്കണം. ആ കഴിക്കുന്ന വ്യക്തിയും കന്യകനായിരിക്കണം. और हमें चौथा में हमें ये देखना है एक स्त्री एक पुरुष। उसका मतलब एक स्त्री, कहां कहां दो तीन ऐसा भी हो जाता है। हमें वचन में हमें दिखा है एक हाटियों में एक स्त्री अगर तैयारी किया तो मेरा एक पत्नी होना बहुत जरूरी है। പലയിടത്തും പല ആയിരിക്കുന്നു. എന്നാൽ ദൈവവചനം പറയുന്നു ഒരു എല്ലിൽ നിന്ന് ഒരു സ്ത്രീയെ ഉത്ഭവിപ്പിച്ചതുപോലെ ഒരാൾക്ക് ഒരു ഭാര്യ ഉണ്ടായിരിക്കും. और ये पांच में है पुरुष का घर में शादी होना बहुत जरूरी है वचन का ओर से। അത് കാണുന്നത് അവൻ പുരുഷന്റെ ഭവനത്തിൽ വിവാഹം നടക്കേണ്ടിയിരിക്കുന്നു. अभी तो ये सब होता नहीं, हमें लड़की का घर में जाते हैं लेकिन वचन हमको सिखाते हैं। दो बार वचन में हमें देखा अब्राहम के लिए भी, अब्राहम का उसका बेटा के लिए भी लड़की को लेके आया है और आदम के लिए भी परमेश्वर हवा को लेके आया है। वहां पर हमें सीखना है तो ये शादी सिर्फ पुरुष का घर में होना बहुत जरूरी है। ഇവിടെ വചനപ്രകാരം നോക്കുമ്പോൾ വിവാഹം പുരുഷന്റെ ഭവനത്തിലാണ് നടക്കുന്നത്. കാരണം ദൈവം ആദമിന്റെ അടുക്കലേക്കാണ് സ്ത്രീയെ കൊണ്ടുവന്നത്. അബ്രഹാമിന്റെ മകന്റെ അടുക്കലേക്ക് അബ്രഹാം മകന് ഭാര്യയെ കൊണ്ടുവന്നത്. और छ में हमें देखते हैं हमारा शादी होने से पहले मांगनी बहुत जरूरी है। അടുത്ത നമ്മൾ കാണുന്നത് ആറാമത് നമ്മൾ കാണുന്നത് വിവാഹത്തിന് മുമ്പ് ഒരു വിവാഹ നിശ്ചയം നടക്കേണ്ടിയിരിക്കുന്നു. प्रभु अभी तक इतना दूर तक मुझे लाया है, इसलिए मैं प्रभु का नाम को धन्यवाद करते हैं, पास्टर जय को भी धन्यवाद करते हैं। और ये प्लेटफॉर्म में आप लोग सब सुना है, कोई कोई लाइक भी किया है, इसलिए मैं प्रभु का नाम को धन्यवाद करते हैं। मेरे लिए मेरा सेवा के लिए आप लोग प्रार्थना करते रहो। ये 2026 में मेरा 10x विजन है, उसका मतलब 10 गुना कैसे मैं कार्य करने पाए ये है मेरा दर्शन है, इसलिए प्रार्थना करना है। जय मसीह, प्रेज द लॉर्ड सबको। ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ദൈവം ഇത്രത്തോളം മാനിച്ചല്ലോ. തുടർന്ന് നിങ്ങളുടെ ശുശ്രൂഷയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒഴിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്നു.